നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളൊരു കഥയാണിത്. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. മദീനയിൽ നിന്നെത്തുന്ന ഹജ്ജ് തീർത്ഥാടകരെ മക്കയിൽ എത്തിക്കുന്നത് ഖലീഫയാണ്. യാത്ര മധ്യേ കൊള്ളക്കാർ മദീനയിൽ തമ്പടിച്ചെന്ന കാര്യം എങ്ങനെയോ ഖലീഫ അറിയുന്നു. ഖലീഫക്ക് അവിടം വിട്ട് പോവാനായില്ല. പകരം നേതാവായി അബ്ദുള്ള എന്നവരെ ഏൽപ്പിക്കുകയുണ്ടായി. പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് യാത്ര തുടരാനായില്ല. കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു പോയിരുന്നു. അവരിൽ നിന്ന് കുറച്ചു പേർ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് ഭക്ഷണം തേടിപ്പോയി. അങ്ങകലെ ഒരു ചെറിയ കുടിലിന് മുമ്പിൽ ഒരു വൃദ്ധ നിൽപ്പുണ്ടായിരുന്നു. ആ വൃദ്ധയോട് അവർ ചോദിച്ചു, ഉമ്മ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? ആ ഉമ്മ വിനയത്തോടെ പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിൽ ആകെ ഒരു റൊട്ടിയേ ഉള്ളൂ. അതെൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്. വിശപ്പിൻ്റെ കാഠിന്യത്താൽ അവർ വീണ്ടും ചോദിച്ചു, വേറൊന്നുമില്ലേ ഉമ്മ? അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇല്ല, പക്ഷേ എൻ്റെ കയ്യിലുള്ള റൊട്ടി ഞാൻ നിങ്ങൾക്ക് തരാം. തീർത്ഥാടകർക്ക് അത്ഭുതമായി, മക്കൾക്ക് വേണ്ടേ? ആ ഉമ്മ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ പുണ്യകർമ്മത്തിന് പോകുന്നവരല്ലേ, നിങ്ങൾ വിശപ്പടക്കിക്കോളൂ. കയ്യിലൊന്നുമില്ലാഞ്ഞിട്ടും കയ്യിലുണ്ടായിരുന്ന ആ റൊട്ടി അവർക്ക് നേരെ നീട്ടി. ആ ഉമ്മ കാണിച്ച മനസ്സാണ് നാം ഓരോരുത്തർക്കും വേണ്ടത്.